ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രീംകോടതിയിൽ സർക്കാർ വാദം ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിനായി മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത വാദിക്കുന്നു. സംസ്ഥാനത്തെ രാഷ്ട്രീയ മാറ്റം അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അരവിന്ദ്, ഈ രാഷ്ട്രീയ മാറ്റം അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നു എന്നുള്ളത് ഈ കേസിൽ എത്രത്തോളം നിർണായകമാണ്? എന്തൊക്കെയാണ് വാദവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? പ്രഭിത, എന്തായാലും ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദം പൂർത്തിയായതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഇപ്പോൾ വാദം ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നത്. സർക്കാരിനായി മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്തയാണ് തങ്ങളുടെ വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ രാഷ്ട്രീയ മാറ്റം അടക്കം അഭിഭാഷകൻ ഇപ്പോൾ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശബരിമലയിലെ ചോദ്യങ്ങൾക്ക് നേരിട്ട് ഉത്തരം പറയാൻ സാധിക്കില്ല എന്നതാണ് അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. കാരണം പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അപ്പോൾ ഈ നിലപാടുകൾ മാറാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ശബരിമലയിൽ കോടതി എടുത്ത നിലപാട് മാറ്റണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനാണ് വിശാല ബെഞ്ച് ഇപ്പോൾ ഈ ചേർന്നിരിക്കുന്നത്. അപ്പോൾ സർക്കാരിനും ഇത്തരത്തിൽ പുതിയതായി സർക്കാർ വരുമ്പോൾ അവർക്കും തങ്ങളുടെ നിലപാട് മാറ്റാനുള്ള അവകാശമുണ്ടെന്നും അതിന് കഴിയുമെന്നും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകർ ഇപ്പോൾ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. നേരത്തെ ഈ സംസ്ഥാന സർക്കാർ വാദങ്ങൾ എഴുതി നൽകിയപ്പോൾ യുവതീ പ്രവേശനത്തെ എതിർത്തിരുന്നു. എന്തായാലും ആ നിലപാടിലേക്കാണ് നിലവിൽ വാദങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്ന പശ്ചാത്തലത്തിൽ ഈ നിലപാടുകളിൽ ചിലപ്പോൾ മാറ്റമുണ്ടായേക്കാമെന്ന് കൂടി അഭിഭാഷകൻ ഇപ്പോൾ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായാലും വാദം പുരോഗമിക്കുകയാണ്. ശരി, PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.